ദൈവത്തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ജോൺ മാത്യു സി അച്ഛൻ, ഏറ്റവും അനുഗ്രഹീതരായ സ്നേഹനിധികളായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ഫാമിലി റിട്രീറ്റ് പ്രകാരം ക്രമീകരിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ എന്നെപ്പറ്റി ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് നോർത്ത് ഇന്ത്യൻ മിഷനിൽ ഒരു 30 വർഷം ദേശത്ത് ആയിരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ തന്നെ ആശ്രമത്തെപ്പറ്റി കേൾക്കുവാനുള്ള അവസരമുണ്ടായി. അത് ആശ്രമത്തിൻ്റെ ഫൗണ്ടർ മെമ്പറായിരുന്ന MB മാത്യുച്ചനിൽ നിന്നും ഒക്കെയാണ് ആശ്രമത്തെപ്പറ്റി അങ്ങനെ ഒരു കേൾക്കുന്നതിനും പരിചയപ്പെടുന്നതിനുമൊക്കെ ഉള്ള അവസരമുണ്ടായത്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് ഏതെങ്കിലും ഇടത്ത് പോയി പ്രവർത്തിക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ സുവിശേഷ വേലയെപ്പറ്റിയൊക്കെ ആഹ്വാനമുണ്ടായതായിട്ടുള്ള സമയത്ത് അങ്ങനെ പള്ളിയിൽ കേട്ടതായിട്ടുള്ള ഒരു ആഹ്വാനത്തിൻ്റെ പേര് അതിനോടനുബന്ധിച്ച്, അതുപോലെ സിഹോർ ആശ്രമത്തിൽ താമസിച്ച് അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ ചെയ്ത പട്ടക്കാരുടെയും സുവിശേഷകരുടെയും അവിടെയുള്ള സന്യസ്ത ജീവിതം നയിച്ചവരുടെയൊക്കെ ജീവിതം എന്നെ വളരെയധികം സ്വാധീനിക്കുകയും ആ ഒരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കുന്നതിനുള്ള വലിയ താല്പര്യം എന്നിലുണ്ടാവുകയും അങ്ങനെ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോവുകയാണ് ഉണ്ടായത്. എന്നാൽ അവിടെ ചെന്ന് എത്ര നാൾ അവിടെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടെയൊന്നും അല്ല ഞാൻ പോയത്. എന്നാൽ അവിടെ ചെന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടപ്പോൾ ഇവിടെയാണ് ദൈവം എന്നെ വിളിച്ച് ഈ ഒരു നിയോഗം ഫലമേൽപ്പിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനെ തുടർന്നാണ് അവിടെ തുടരാനായിട്ട് ഉള്ള അവസരമുണ്ടാകുന്നത്. അപ്പോൾ അന്ന് ഞാൻ ചെല്ലുന്നതായിട്ടുള്ള സാഹചര്യവും ഇന്ന് നോർത്ത് ഇന്ത്യയിലെ പശ്ചാത്തലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സംഗതികൾ എല്ലായിടത്തും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ആശ്രമത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പുള്ള സമയത്തും അതിനുശേഷവുമൊക്കെയും അതേ റെസ്പോൺസസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ ഒരു വ്യാപകമായുള്ള രീതിയിലുള്ള ഒരു പെർസിക്യൂഷൻ്റെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് ഏകദേശം 2000-ന് ശേഷമാണ് പൊതുവെ ഭാരതത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് സഭയായിട്ട് വിവിധ പ്രവർത്തനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് അല്പമൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ കൂടെ ദൈവകൃപയാൽ പലയിടങ്ങളിലും മാർത്തോമാ സഭയ്ക്ക് അതിനെയൊക്കെ അതിജീവിച്ച് പല പ്രവർത്തനങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ അവസരം ലഭിക്കുന്ന ഇടങ്ങളിലൊക്കെ പ്രവർത്തിപ്പാനായിട്ട് ദൈവം അവസരങ്ങളെ നൽകി തരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ നമ്മുടെ വർക്കുകൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില പ്രത്യേക വർക്കുകളൊക്കെ നമുക്ക് നിർത്തേണ്ടതായിട്ട് വന്നു. എന്നാൽ നമുക്ക് സാക്ഷ്യത്തിനുള്ള ഒരുപാട് അവസരങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെയും ഒക്കെയും നിലനിൽപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരിലൂടെയൊക്കെ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരട്ടെ എന്ന ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇന്ന് സഭ ഫലമേൽപ്പിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ താമസിച്ചപ്പോഴും ഇപ്പോഴും സുവിശേഷ വേലയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട്. ദൈവം നമ്മെ എവിടെയാക്കുന്നു അവിടെയെല്ലാം നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായി തീരുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തും നമ്മയും കുടുംബങ്ങളായി ദൈവം കൊണ്ടെത്തിച്ചിരിക്കുന്നത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യം നിറവേറ്റുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു ഇടവകയോടുള്ള ചേർന്നുള്ള ബന്ധം നമുക്ക് ഈ ഒരു ബന്ധത്തിൽ നമുക്ക് നിറവേറ്റാനായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള സാക്ഷ്യ അവസരങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ കുടുംബങ്ങളായിട്ട് തലമുറകളിലൂടെ നമുക്ക് കർത്താവിൻ്റെ കൃപകളെ പങ്കിടുവാനായിട്ട് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസരം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇന്ന് ഇത്രയും അധികം ആളുകൾ വന്ന് സംബന്ധിച്ച് ഈ ഒരു റിട്രീറ്റിലൂടെ
അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങളെ നൽകുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ റിട്രീറ്റിന് എന്തായിരിക്കണം ഒരു ടോപ്പിക് എന്നുള്ളത് ഞാൻ വെറുതെ ഒന്ന് സജസ്റ്റ് ചെയ്തതാണ്. എന്താണ് ഫാമിലി റിട്രീറ്റിന് വേണ്ടതായ വിഷയമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എ ഹൗസ് ബിൽറ്റ് ഓൺ എ റോക്ക്. അപ്പോൾ ഹൗസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഒരു വീട്. കഥാ പറയുന്നതും ആ ഒരു ഉപമ പറയുമ്പോൾ അതൊരു ബാഹ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. എന്നാൽ ഒരു ഭവനമെന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ മാത്രമല്ലല്ലോ. നമ്മളെല്ലാം ഭവനങ്ങളിൽ വസിക്കുന്നവരാണ്, വീടുകളിൽ വസിക്കുന്നവരാണ്. എന്നാൽ വീടെന്ന് പറയുമ്പോൾ കർത്താവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇന്ന് നമ്മൾ അച്ഛൻ പറഞ്ഞു, ഇന്നത്തെ ഭാഗം നമ്മൾ പാസേജായിട്ട് പലപ്പോഴും ഈ പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം അല്ലെങ്കിൽ വീട് എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഉപമ, പർവ്വത പ്രസംഗത്തിലൂടെ താൻ എന്ത് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു അത് കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ ആഴത്തിൽ ഗ്രഹിപ്പാനായിട്ട് ഉപമയുടെ സഹായത്തോടുകൂടെ കർത്താവ് പറയുന്നതായിട്ടുള്ള കാര്യമാണ് എന്ത്? പാറമേൽ അടിസ്ഥാനമിട്ട വീടിൻ്റെ കാര്യം. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി എപ്പോഴും കർത്താവ് പറയുന്നുണ്ട്. രണ്ട് വഴികൾ, അതായത് രണ്ട് കാര്യങ്ങളിൽ ഒന്നിൻ്റെ തിരഞ്ഞെടുപ്പ്. പലപ്പോഴും നമുക്ക് മുമ്പിലുള്ള ചോയ്സസ്, രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും മെച്ചമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നതിനുള്ള ആഹ്വാനമാണ് കർത്താവ് നൽകുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എന്താണെന്നുള്ളത് കണ്ടെത്തുക. ഇവിടെ പറയുന്നത് രണ്ട് ഭവനങ്ങളെപ്പറ്റി പറയുന്നു. ഒന്ന് മണലിന്മേൽ പണിതായിട്ടുള്ള വീട്, രണ്ട് പാറമേൽ പണിതായിട്ടുള്ള വീട്. കൊച്ചു കുട്ടികളെ അതുപോലെ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആ കോറസ് നമുക്കറിയാം. ഒരു ബുദ്ധിമാൻ പാറമേൽ വീട് പണിതു, കാറ്റ് വന്നടിച്ചു, നദികൾ പൊങ്ങി, ആ വീട് ഉറപ്പുള്ളതായിരുന്നു, അതുകൊണ്ട് അത് വീണില്ല. എന്നാൽ ഒരു നിർബുദ്ധിയായ, ഒരു വിവേകശൂന്യനായ, അല്ലെങ്കിൽ ഒരു ഫൂളിഷ് എന്താ പറയുന്നു, ആ വ്യക്തി വീട് പണിതത് വളരെ ആയാസരഹിതമായി തൻ്റെ ജോലിയൊക്കെ പൂർത്തിയാക്കി. എന്നാൽ അത് സാഹചര്യങ്ങളെയും പലതരത്തിലുള്ള ഓപ്പോസിഷൻസ് അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കുവാനായിട്ട് താൻ പണിതായിട്ടുള്ള വീടിന് സാധിക്കാതെ പോയതുകൊണ്ട് അത് തകർന്നടിഞ്ഞ് നാശമുള്ളതായി തീർന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഈ നമ്മുടെ ജീവിതമാകുന്ന ഭവനം നാം നിർമ്മിക്കേണ്ടത് നല്ല വിശ്വാസമാകുന്ന കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ, ദൈവരാജ്യത്തെപ്പറ്റിയുള്ള ടീച്ചിങ്സ് അതിൽ നമുക്ക് നിലനിന്നുകൊണ്ട് നമ്മുടെ ജീവിതം കെട്ടുപണി ചെയ്യുമ്പോൾ കൂടുതൽ അർത്ഥവത്തായിട്ടുള്ള സാക്ഷ്യം നമുക്ക് നിറവേറ്റുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വീടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭവനമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് അബൌട്ട് ഹോം? ഇവിടെ ഹൗസ് ബിൽറ്റ് അപ്പോൺ എ റോക്ക് എന്ന് പറയും. അപ്പോൾ അത് ബാഹ്യമായിട്ടുള്ള അതിൻ്റെ വലിപ്പത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ മോഡല്, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ എ ഹോം, ഒരു ഭവനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ബാഹ്യമായിട്ടുള്ളതിനെയാണോ നമ്മളുടെ മനസ്സിൽ കാണുന്നത്, അതോ അതിനെപ്പറ്റിക്കാളും നമുക്ക് ചില എന്തെങ്കിലും മനസ്സിൽ നമുക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടോ?
നിങ്ങൾ ചിന്തിക്കാൻ എൻ്റെ കൂടെ എന്തോ നമ്മൾ ഭവനമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഫാമിലി. ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത്? പേരൻസ്, ചിൽഡ്രൻ, എന്തോ ഗ്രാൻഡ് പേരൻസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അവിടെ റിലേഷൻഷിപ്സ് അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്താണ്? ബന്ധങ്ങളാണ്, റിലേഷൻഷിപ്സ്. ആ റിലേഷൻഷിപ്സ്, ബോണ്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പീപ്പിൾ, അത് തമ്മിലുള്ള ഒരു ബന്ധങ്ങളുടെ ഒരു അനുഭവം. എന്നാൽ ആ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങൾക്ക് ബേസിക്കായിട്ടൊരു ഫാക്ടർ ആവശ്യമാണ്. എന്താണത്? സ്നേഹം, ലവ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കുന്നത്. അപ്പോൾ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അവയുടെ ഊഷ്മളത, ദ വാംത്ത് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങളിൽ കാണുന്നതായ സ്നേഹത്തിൻ്റെ ആഴം, അതുപോലെ തന്നെ വിശ്വസ്തത, സുതാര്യത, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മോടൊപ്പം വളരുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ വീടെപ്പോഴും സുരക്ഷിതത്വം നൽകുന്ന ഒരിടമാണ് അല്ലേ? Our family, our relationships, our home gives us a feeling that we are secured. We find security in our homes, in our family. അത് വീട് എത്ര ഉറപ്പുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളുടെ വസിക്കുന്നതായിട്ടുള്ള ഭവനം എന്ത് സ്ട്രക്ചറാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ സെക്യൂരിറ്റി നിൽക്കുന്നത്? അതൊക്കെ സെക്യൂരിറ്റി, ആ ലെവലിലും ഒരു സെക്യൂരിറ്റി ഉണ്ട്. വീട് താഴെ വീഴുന്നതാണെങ്കിൽ അതിനകത്ത് സെക്യൂർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ആവശ്യമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഭവനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് എൻ്റെ വീട്ടിൽ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള ബോധ്യമുണ്ട് അല്ലേ? സുരക്ഷിതത്വം, അത് ഉറപ്പ് നൽകുന്ന ഇടമാണ് വീട് എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ നമുക്ക് ഭയപ്പാടില്ലാതെ കഴിയുന്ന ഒരനുഭവം. അപ്പോൾ സുരക്ഷിതത്വം നൽകുക എന്ന് പറയുമ്പോൾ വീടിപ്പോൾ ഇടിഞ്ഞ് താഴെ വീഴുമെന്നുള്ള ഭയം ഉള്ള വീടുകളിൽ വസിക്കുമ്പോൾ അത് പേടിയുണ്ടാക്കും. എന്നാൽ എൻ്റെ വീട്ടിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സുരക്ഷിതയാണ് എന്ന് പറയുമ്പോൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു നിർഭയത്വം, ഫിയർലെസ്നെസ്, അത് നമുക്ക് അനുഭവിക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് സുതാര്യതയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് സുതാര്യതയെന്ന് പറയുമ്പോൾ? ട്രാൻസ്പെറൻസി. അപ്പോൾ ആ ട്രാൻസ്പെറൻസി എന്ന് പറയും, വീട്ടിൽ നമുക്ക് മറ്റൊരാളെ നമുക്ക് ഒളിച്ച് ഒരു കാര്യം വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മൾ എങ്ങനെയായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ തന്നെ നമ്മെ മനസ്സിലാക്കുകയും നമ്മെ അറിയുകയും നമ്മെ സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരിടമാണ് ഭവനം അല്ലേ? നമുക്ക് വീട്ടിൽ, നമ്മുടെ ബന്ധങ്ങളിൽ നമുക്കെന്തെങ്കിലും ഒളിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ടോ? ഒളിച്ചു വയ്ക്കേണ്ടതായിട്ട് ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ മാത്രമേ അതിനെ ഭവനമെന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരാൾ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു വയ്ക്കുമെന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ആ ബന്ധങ്ങളിൽ സുതാര്യത ഇല്ല എന്നുള്ളതാണ്. അവിടെ ഒരു ട്രാൻസ്പെറൻസി ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്പെറൻസി ഇൻ അവർ റിലേഷൻഷിപ്സ്, ഇൻ അവർ ഡീലിങ്സ് വിത്ത് ഈച്ച് അതർ, ഇതെല്ലാം നമുക്ക് ഈ ഭവനത്തിലൂടെയാണ് സാധ്യമായിത്തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭവനം
കെട്ടുറപ്പുള്ളതായി തീരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന അനുഭവമായി തീരുമ്പോൾ അവിടെ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളവും നമുക്കതിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള സുരക്ഷിതത്വം കൂടുതൽ അർത്ഥവത്തായി അനുഭവിക്കുന്നതായ ഇടമാണ്. നമുക്ക് കുടുംബങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജീസസ് ഹിയർ ഈസ് saying something about the security and also the strength and the solid foundation in which a house is built. At the same time, if we take our family, we are more concerned about our relationships, our bonds between the members of the family, and also the third thing എന്താ ഞാൻ പറഞ്ഞത്, സുതാര്യത എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻസി, ഇതെല്ലാം കൂടിച്ചേരുന്നതായ ഒരനുഭവം. അപ്പോൾ നമുക്ക് വീട് സുരക്ഷിതത്വം നൽകുന്നതായിട്ടുള്ള ഒരിടമാണ്. അപ്പോൾ ജീസസ് ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ഷേപ്പ് ഓർ സൈസ് of the house, but the foundation on which the house is built. Jesus here more concerned about the foundation on which a house is built. അതിനെപ്പറ്റി ഇവിടെ പറയുന്നത് അത് എങ്ങനെ ഏത് രൂപത്തിലും ഭാവത്തിലും ഉള്ള ഇടമായിരുന്നു ആ ഭവനമെന്നല്ല പറയുന്നത്, പിന്നെയോ അതിൻ്റെ ഫൗണ്ടേഷനെ പറ്റിയാണ് പ്രധാനമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ എത്ര ബിഗറാണെന്നോ എത്ര നല്ല ഫാഷനബിൾ ആണെന്നോ ഉള്ള അർത്ഥത്തിലല്ല, പിന്നെയോ അതിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ ഫൗണ്ടേഷൻ അത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെല്ലാവരും, ഒന്ന് ഞാൻ സെക്യൂരിറ്റി പറഞ്ഞു, പിന്നെ പ്ലേസ് വെയർ വി ഫൈൻഡ് സാറ്റിസ്ഫാക്ഷൻ, അല്ലേ? നമ്മുടെ കുടുംബ ജീവിതത്തിലൂടെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സംതൃപ്തിയുണ്ട്. ആ ഒരു സംതൃപ്തി നൽകുന്നതായ ബന്ധമായിരിക്കുകയാണ്. ആ സംതൃപ്തി എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? മറ്റൊരാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരാൾക്ക് നമ്മൾ എന്തായി തീരണമെന്നുള്ളത് കണ്ടെത്തുമ്പോഴാണ്, അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സാറ്റിസ്ഫാക്ഷൻ. വി എക്സ്പെക്റ്റ് മെനി തിങ്സ് ഫ്രം അതേഴ്സ്, അല്ലേ? എപ്പോഴും അങ്ങനെയല്ലയോ? ബന്ധങ്ങളിലും സ്നേഹത്തിലും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? വി എക്സ്പെക്റ്റ് സംതിങ് ഫ്രം അതേഴ്സ്. വി എക്സ്പെക്റ്റ് മോർ ലവ്, മോർ കൺസേൺ, മോർ കെയർ, അല്ലേ? ഫ്രം ദി അതർ പേഴ്സൺ. ബട്ട് വി ഷുഡ് ബി മോർ കൺസേൺഡ് അബൌട്ട് the love that I should give to the other person. മറ്റൊരാൾക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെ ആ വ്യക്തി ആഗ്രഹിക്കുന്നതായ അനുഭവത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ ആയിത്തീരാമെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ആ ജീവിതത്തിൽ മറ്റൊരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയുമായി, കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ ആരായിരുന്നാലും, നമ്മൾ മക്കളായിക്കൊള്ളട്ടെ, അമ്മയപ്പന്മാരായിക്കൊള്ളട്ടെ, നമ്മളിലൂടെ മറ്റൊരാളുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്നതായിത്തീരുവാനായിട്ട് കർത്താവ് പറഞ്ഞതാണല്ലോ. എന്താണ് പറഞ്ഞത്? നിങ്ങൾ മറ്റൊരാൾ നിനക്ക് വേണ്ടി എന്താഗ്രഹിക്കുന്നു അത് നീ ആയിത്തീരുക. അവിടെയാണ് ബന്ധങ്ങൾ കൂടുതൽ അർത്ഥവത്തായി തീരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഈ ഉപമകളിലൂടെയൊക്കെയും പഠിപ്പിച്ചത് ഈ നമുക്ക് ലോകത്തിൽ നമുക്ക് ഭൗതികത നൽകിത്തരുന്നതായിട്ടുള്ള ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട്, അല്ലേ? ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. നമ്മളിവിടെ വന്നു, നമ്മൾ ജോലി അന്വേഷിച്ച് പലയിടങ്ങളിലുമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു ലൈഫ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ, നമുക്ക് നമ്മുടെ ജീവിതം സുരക്ഷിതമാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു
ഒരു ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ആവശ്യമാണ്. അതാണ് നമ്മുടെ സെക്യൂരിറ്റി എന്ന് നമ്മൾ പറയുമെങ്കിൽ കൂടെ ലൈഫ് സെക്യൂരിറ്റി നമ്മുടെ ഭൗതികത മാത്രം നിശ്ചയിക്കുന്ന ഒരു ലൈഫ് സെക്യൂരിറ്റി അല്ല എന്നുള്ളതും കൂടെ കർത്താവ് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത്, നമ്മൾ അനേക കഥകളൊക്കെ കർത്താവ് പറയുന്നുണ്ട്, ഉപമകൾ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ഒരുത്തൻ ധനവാനായിരിക്കുന്ന ഒരു മനുഷ്യൻ കളപ്പുരകൾ കൂട്ടിവയ്ക്കുവാൻ വേണ്ടി കൂടുതൽ ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള എൻ്റെ ധാന്യങ്ങൾ, വിളവുകൾ സമ്പാദിച്ച് ഞാൻ കൂടുതൽ വലിപ്പമുള്ള ഇടങ്ങളെ പണിത് ഞാൻ എൻ്റെ സമ്പാദ്യങ്ങളും എൻ്റെ കളപ്പുരയിൽ ഞാൻ കൂടുതൽ ധാന്യങ്ങൾ കൂട്ടിവെച്ച് എന്നോട് തന്നെ പറയും, എന്ത് പറയും? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ടുമോറോ വി വിൽ ഡൈ. അങ്ങനെയുള്ള ലൈഫ് പ്രിൻസിപ്പിൾസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നമ്മൾ മരിച്ചു പോകുമല്ലോ എന്നുള്ളതായ ചിന്ത. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ലൈഫ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാം ആവശ്യമാണ്. ഭൗതിക വസ്തുക്കൾ ആവശ്യമാണ്. നമുക്ക് ഒരുപാട് ഭൗതിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ അന്വേഷിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് പരലോകത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ ഇവിടെ ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങളും കൂടെ ഞാൻ അന്വേഷിക്കണം. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സെക്യൂർ ആണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ലെന്നുള്ളതും കർത്താവ് ഉപമകളിലൂടെ പറയണം. അപ്പോൾ അവനോട് ചോദിക്കുന്നത്, നീ ഇന്ന് രാത്രി നിൻ്റെ ജീവൻ നിന്നോട് ചോദിച്ചാൽ നീ തേടി വെച്ചതൊക്കെ ആർക്കാകുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ദൈവവിഷയമായി സമ്പന്നനാകാത്തവൻ്റെ സ്ഥിതിയൊക്കെയും ഇങ്ങനെയായിരിക്കും. റിച്ച്നെസ് ഇൻ ഗോഡ്ലിനെസ്, ദൈവവിഷയമായിട്ടുള്ള സമ്പന്നത പ്രാപിക്കുന്നതായ അനുഭവത്തിലൂടെ മുന്നേറുമ്പോഴാണ് ജീവിതത്തിന് സെക്യൂരിറ്റി ഉണ്ടാകുന്നതെന്ന് അവനോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മുടെ ബോധ്യങ്ങളും വിചാരങ്ങളും ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലോകത്തിനോടടുത്തുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ ലൈഫ് ഒരിക്കലും സെക്യൂർ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെയോ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഈ ലോകത്തിനപ്പുറത്തായിട്ടുള്ള ഒരു ജീവിതത്തെപ്പറ്റി ഉള്ള ബോധ്യം നമുക്കുണ്ടാകണം. കർത്താവ് സഖായിയുടെ വീട്ടിൽ പ്രവേശിച്ചാലുള്ള കാര്യമൊക്കെ നമ്മൾ അനുഭവത്തിലൂടെ സുവിശേഷങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ സഖായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിനു മുമ്പേ സഖായിയെ കാണാൻ യേശു ആഗ്രഹിച്ചു. കാണുക എന്നുള്ളത് മാത്രമല്ല, അവനോട് പറയുന്നു, നീ ഇറങ്ങി വരിക, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ആ വീട്ടിൽ ചെന്നതായിട്ടുള്ള സമയത്ത് എന്താണ് സംഭവിച്ചത്? ഈ ലോകത്തിലെല്ലാം ഉണ്ടായിരുന്നു സഖായിക്ക്. എന്നാൽ സഖായിക്ക് ജീവിതത്തിൽ ഒരു കാര്യം മാത്രമില്ലായിരുന്നു. എന്ത്? അവൻ ഇതെല്ലാം ഉണ്ടായിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷനോ ഒരു സന്തോഷമോ ഒരു പൂർണ്ണതയുടെ അനുഭവമോ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഉണ്ടായിരുന്നു, ഭൗതികമായിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ വളരെ ധനികനായിരുന്നു, സമ്പത്തുള്ളവനായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടെ അവന് അതൊന്നും ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല. അവൻ എന്തോ കുറവ് അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ യേശു അവനെ കാണുവാൻ ആഗ്രഹിക്കുക മാത്രമല്ല, അവനോടൊപ്പം അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൻ അനുഭവിച്ചതായിട്ടുള്ള സന്തോഷം, അതാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അവനോട് പറയുന്നത് എന്താണ് കർത്താവ്? ഇവനും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. അപ്പോൾ ആ രക്ഷയുണ്ടായതായിട്ടുള്ള അനുഭവത്തോടുകൂടെ അവൻ നേടിയെടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവൻ ഷെയർ ചെയ്യുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സന്തോഷം ആയിരുന്നു അവൻ ഇതുവരെ അനുഭവിച്ചിരുന്നെങ്കിൽ
അവൻ ഷെയർ ചെയ്യുന്നതിലൂടെയുള്ള ഒരു സന്തോഷം. ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ചെന്ന് പാർക്കുവാനായിട്ട് ആഗ്രഹിച്ചതായിട്ടുള്ള അവൻ്റെ ഭവനത്തിൽ അവൻ ഈ സന്തോഷത്തിൻ്റെ പങ്കിടീലിൻ്റെ അനുഭവം കേവലം അവൻ്റെ വെൽത്തിൻ്റെ അക്യുമുലേഷനിലല്ല, പിന്നെയോ അവൻ്റെ ഷെയറിങ്ങിലൂടെ ഉള്ളതായ സന്തോഷത്തിലൂടെ അവൻ വലിയ സമ്പന്നനായി തീർന്നു, അവൻ സന്തോഷവാനായി തീർന്നു. അവൻ്റെ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷനും പീസും അവൻ അനുഭവിച്ചറിഞ്ഞത് ഈ ക്രൈസ്റ്റിലൂടെയായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ കൂടുതൽ ഭൗതിക വിഷയങ്ങളിൽ നമ്മൾ സമ്പന്നരാകുന്നത് മാത്രമല്ല, പിന്നെയോ നമ്മുടെ ഭൗതികതയിലൂടെ നമുക്ക് അവയുടെ ഷെയറിങ്ങിലൂടെ രക്ഷയുടെ അനുഭവത്തിലൂടെ നമുക്ക് കൂടുതൽ അനുഗ്രഹീതരായി സമ്പന്നരായി വളരുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം നൽകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ. അതിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. നാളെപ്പറ്റിയുള്ള വിചാരപ്പെടലുകൾ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഇന്നുള്ളതിനെ പറ്റിയുള്ളതായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്നതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ കവർന്നു കളയുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്താണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ കവർന്നു കളയുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ the things which steal our happiness, our satisfaction, അതെന്തൊക്കെയാണ്? നമ്മുടെ worrying about tomorrow, നാളെ പറ്റിയുള്ള our future. നമുക്ക് നിയന്ത്രണ വിധേയമല്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മളിങ്ങനെ ചിന്തിച്ചും ആലോചിച്ചും നമുക്ക് ദൈവം നൽകി തരുന്നതായിട്ടുള്ള സമാധാനത്തെയും സന്തോഷത്തെയും നഷ്ടപ്പെടുത്തി കളയുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്തണം. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നമുക്ക് വിശ്വാസത്തിലുള്ള ഒരു ആഴപ്പെടൽ ആവശ്യമാണ്. വി ഹാവ് ടു ബി ഫേം ഇൻ അവർ ഫെയ്ത്ത്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു, അടിസ്ഥാനമാണ് പ്രധാനം, അല്ലേ? അപ്പോൾ ആ അടിസ്ഥാനം എങ്ങനെയുള്ളതായിരിക്കണം? ആ അടിസ്ഥാനം വിശ്വാസത്തിൽ ആഴപ്പെടുന്നതായ ഒരു അടിസ്ഥാനം നമുക്ക് ആവശ്യമാണ്. ആരിലാണ് നമുക്ക് വിശ്വാസം അർപ്പിക്കേണ്ടത്? യേശു ക്രിസ്തുവിലുള്ള വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭവനത്തെ കൂടുതൽ അർത്ഥവത്താക്കി തീർക്കുന്നു. ഈ കർത്താവ്, ഇപ്പോൾ നമ്മളിവിടെ പാടിയതായിട്ടുള്ള പാട്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ്. എന്താണ് നമ്മുടെ അടിസ്ഥാനം? എവിടെയാണ്? ഓൺ ക്രൈസ്റ്റ് ദ സോളിഡ് റോക്ക് ഐ സ്റ്റാൻഡ്, all other ground is sinking stand. All other ground is sinking stand. നമ്മൾ ഈ ലോകത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നതായിട്ടുള്ള ഇടങ്ങളെന്ന് നമ്മൾ കരുതുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ മണൽപ്പുറത്തെ അനുഭവങ്ങളായിട്ട് തീർന്നു പോകാം. നമ്മളോർക്കും നമുക്കതൊക്കെ നല്ല ബേസാണെന്ന് ചിന്തിച്ച് നമ്മുടെ അവയിന്മേൽ പണിയാനായിട്ട് പലപ്പോഴും ശ്രമിക്കുമെങ്കിൽ കൂടെ അതൊക്കെ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. പ്രതികൂലങ്ങൾ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ കർത്താവ്, വേദപുസ്തകം നമ്മോട് സാക്ഷിക്കുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഗോഡ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ ഹി ഈസ് ദ സെയിം. അപ്പോൾ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ മാറ്റമില്ലാത്തൊരു ദൈവം. എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നമ്മളൊരു യുഗത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? മാറ്റങ്ങളാണ്, എല്ലാ രംഗത്തും മാറ്റങ്ങൾ. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും ലോകത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പരിവർത്തനങ്ങളാണ് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം മാറ്റമില്ലാത്തവനാണെന്ന് പറയുമ്പോൾ അതെന്താണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? ഈ മാറുന്ന ലോകത്തിൻ്റെ എല്ലാ മാറ്റിമറിച്ചുള്ള മധ്യത്തിലും ദൈവം മാറുന്നില്ലെന്ന് പറയുമ്പോൾ ഈ ദൈവം ഇതിനേക്കാളുമൊക്കെ അതീതനാണെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എബ്രായ ലേഖനം, ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 8,
He is the same yesterday, today and evermore, tomorrow. അതുകൊണ്ട് മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്തവനായ ഒരു ദൈവത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ ആഴപ്പെടുവാനും സ്ഥിരപ്പെടുവാനും നമുക്കിടയായിത്തീരണം. An unchanging God in a changing world. An unchanging God in a changing world. മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ മാറ്റമില്ലാത്തവനായ ഒരു ദൈവത്തിൽ നമുക്ക് ആശ്രയം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. വളരെ മാറ്റങ്ങൾ നമ്മൾ ഇവിടെ നമുക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ ലണ്ടനിൽ വന്നതിന് ശേഷം തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ കണ്ടു, ഇനി എന്തെല്ലാം മാറ്റങ്ങൾ കാണാനിരിക്കുന്നു. നമുക്കൊന്നും പ്രവചിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ മാറ്റങ്ങളുടെയൊക്കെ മധ്യത്തിൽ ദൈവം മാറ്റമില്ലാത്തവനായിരിക്കുന്നു. അപ്പോൾ ആ ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്ന് ജീവിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിലൂടെയുള്ള ആ ജീവിതത്തിൻ്റെ ഉറപ്പ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാറ്റമില്ലാത്തവനായി ദൈവത്തോടു കൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഉറപ്പ് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഫൗണ്ടേഷൻ സ്ഥിരപ്പെടുന്നത് മാറ്റങ്ങളുള്ള ലോകത്തിൽ മാറ്റമില്ലാത്തവനായ ദൈവത്തോട് ചേർന്ന് കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഉറപ്പ് ലഭിക്കുന്നത്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, അത് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തെപ്പറ്റി പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. I am the same and unchanging God. I am the God of your fathers, ancestors, the God of Abraham, Isaac and Jacob. വീണ്ടും വീണ്ടും കർത്താവ് ദൈവം പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറയുന്നതായിട്ടുള്ള കാര്യമാണ്. ഈ മാറുന്ന ലോകത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ ദൈവം തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം. സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവമേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. നമ്മുടെ മാതാപിതാക്കളുടെ ദൈവമാണ്. അല്ലെങ്കിൽ ദൈവം തലമുറകൾ മാറുന്നുവെങ്കിൽ കൂടെ മാറുന്ന തലമുറകളുടെ മധ്യത്തിൽ മാറാത്തവനായിട്ടുള്ള ഒരു ദൈവത്തെ, അപ്പോൾ ആ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണമെന്നുള്ളതാണ് നമുക്ക് ദൈവവചനം നൽകുന്നതായിട്ടുള്ള ബോധ്യപ്പെടുത്തൽ. ആ ദൈവത്തോട് നാം പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ മാറുന്ന ലോകത്തിൽ ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയയും കരുണയും വിശ്വസ്തതയും അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മാറ്റങ്ങളുടെ ലോകത്തിൽ നമുക്ക് കൂടുതൽ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറ്റിമറിച്ചപ്പെട്ടേക്കാം. നമ്മുടെ ജീവിതത്തിന് പലപ്പോഴും ഭൗതികമായ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം നമ്മുടെ ചുറ്റുപാടുമുള്ള ചേഞ്ചസൊക്കെ നമ്മളെ ചിലപ്പോൾ പിടിച്ച് കുലുക്കിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ, ഐ ആം ദ ഫാദർ, ഐ ആം ദ ഗോഡ് ഓഫ് യുവർ ഫാദർ, യുവർ ആൻസസ്റ്റേഴ്സ് എന്നുള്ളതായ വലിയ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആദ്യനായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ നീ അനാദ്യനായും ശാശ്വതമായും ദൈവമായിരിക്കും. അതാണ് അൺചേഞ്ചിങ് ഗോഡ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പലയിടത്തും പറയുന്നുണ്ട്, എൻ്റെ പാറയായ ദൈവമേ, എൻ്റെ പാറയായ ദൈവമേ. എൻ്റെ പാറയായ ദൈവം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരിക്കലും മാറ്റമില്ലാത്തവൻ, അത്രമാത്രം ഉറപ്പുള്ളവനായിട്ടുള്ള ഒരു ദൈവത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് ആ ദൈവത്തിൽ നമുക്ക് ജീവിതം അടിസ്ഥാനമിട്ട് പണിയുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും മൂല്യങ്ങളും വ്യത്യാസപ്പെടും. ദ വാല്യൂസ് ഓഫ് ദിസ് വേൾഡ് ചേഞ്ച് എവറി നൗ ആൻഡ് ദെൻ. എപ്പോഴും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നാൽ ദൈവം നൽകുന്നതായിട്ടുള്ള ശാശ്വത മൂല്യങ്ങളിൽ ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ആ ദൈവത്തിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുമ്പോൾ നമുക്ക് സാധിക്കും. ദൈവവചനത്തിന് മാറ്റമില്ല. ദൈവത്തിന് മാറ്റമില്ലെന്ന് പറയുന്നതോടൊപ്പം തന്നെ ദൈവവചനത്തിന് മാറ്റമില്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ചെയ്യും. അതുകൊണ്ട് കർത്താവിൻ്റെ പഠിപ്പിക്കലിലൂടെ അതാണ് പറയാനായിട്ട് ആഗ്രഹം.
ഈ സാഹചര്യങ്ങളൊക്കെ മാറിപ്പോകും. എന്നാൽ ദൈവരാജ്യ സന്ദേശം നമ്മുടെ മധ്യത്തിൽ കർത്താവ് തന്നിരിക്കുന്നത് ആ ദൈവേഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാൻ, ആ ദൈവേഷ്ടത്തിൽ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഉറപ്പുള്ള അനുഭവമായി കെട്ടുപണി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവവചനത്തിന് മാറ്റമില്ല. പുല്ലുതിർന്നു, പൂവാടിപ്പോയി, എന്നാൽ എൻ്റെ വചനത്തിന് മാറ്റമില്ല. ആ കർത്താവിൻ്റെ വചനം ശക്തിയുള്ള വചനമാണ്. ലാസറെ പുറത്തു വരികയെന്ന് പറഞ്ഞപ്പോൾ ലാസർ കെട്ടഴിഞ്ഞവനായി പുറത്തു വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് ആധികാരികതയുണ്ട്, ശക്തിയുണ്ട്. അവിടുത്തെ വചനം ഇന്നും ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ദൈവവാഗ്ദത്തങ്ങൾക്കും മാറ്റമില്ല. എന്താണ്? ഗോഡ് നെവർ ചേഞ്ചസ് ഹിസ് പ്രോമിസസ്. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ ഒരിക്കലും മാറ്റം വരുത്തുന്നവനല്ല. അവൻ തലമുറകളായിട്ട് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഒരിക്കലും മാറ്റം വരുത്തുന്നവനല്ല. അപ്പോൾ നമ്മുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളത്, ഞാൻ ഒരിക്കലും അവയ്ക്ക് മാറ്റം വരുത്തുകയില്ല എന്നുള്ളത് കർത്താവ് പറയുന്നു. യഹോവയായ ഞാൻ മാറാത്തവൻ, അല്ലേ? മലാഖി പ്രവചനത്തിൽ അതാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് ആ മാറ്റമില്ലാത്തവനായിട്ടുള്ള ദൈവം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ ആയിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഈ മാറ്റമില്ലാത്ത ദൈവം നമ്മുടെ പിതാക്കന്മാരോട് നൽകിയ വാഗ്ദത്തത്തിൻ്റെ ബലത്തിലായിരിക്കും. നമ്മൾ ചിലപ്പോൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായി കൂടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ്. We are unfaithful at times, but God is faithful every time, all the times. He is faithful. ദൈവം വിശ്വസ്തനാണ്, നമ്മൾ അവിശ്വസ്തരാണ്. പലപ്പോഴും നമുക്ക് വിശ്വസ്തത കാത്തുപാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്നില്ല. അവിടുത്തെ വാക്കുകൾക്ക് മാറ്റമില്ല. അവിടുത്തെ വാഗ്ദത്തങ്ങൾ ചെയ്തവൻ അവൻ അത് നിറവേറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ തന്നവൻ, വാക്കുമാറാത്ത ദൈവം, അവിടുത്തെ വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ആ ദൈവത്തിൽ ഉറച്ചു നിൽപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകം നമുക്ക് ഉറപ്പ് നൽകുന്നതായിട്ടുള്ള, ഇവിടെ നമ്മൾ വായിച്ചതായിട്ടുള്ള ഭാഗം, ആ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനം, ഈ ദൈവത്തിൽ അടിസ്ഥാനമിട്ട ഭവനമായി നമ്മൾ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കുലുക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകാം, അല്ലേ? നദികൾ പൊങ്ങി. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ലോകത്തിലെങ്ങും വളരെയധികം മാറ്റം മറിച്ചിലുകൾ. അപ്പോൾ പറയുന്നു ദൈവം, ഇവയെല്ലാം ഒരു നദിയുണ്ട്, ആ മാറ്റമില്ലാത്തതായിട്ടുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ ദൈവം പറയുന്നു, ഞാൻ മാറ്റമില്ലാത്തവൻ, നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യഹോവ നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവുമാകുന്നു. അവൻ മാറ്റമില്ലാത്തവനായി കൂടിയിരിക്കുമ്പോൾ മാറ്റമില്ലാത്തവരായി നിലനിൽപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ചുറ്റുപാടും കലക്കങ്ങളും കോളുകളും കാർമേഘങ്ങളും ഒക്കെ നിലനിന്നാൽ കൂടെ ദൈവത്തിൽ നമുക്ക് ആശ്രയമുള്ളവരായിട്ട് നിലനിൽപ്പാൻ. സ്റ്റാൻഡ് ഫേം. എന്തിനാണ് ഉറച്ചു നിൽക്കേണ്ടത്? ഞാൻ പറഞ്ഞു, സ്റ്റാൻഡ് ഫേം ഇൻ യുവർ ഫെയ്ത്ത്. മോശ ജനത്തോട് പറയുന്നു, സ്റ്റാൻഡ് ഫേം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മോസസ് ടു ദ പീപ്പിൾ, ഡു നോട്ട് ബി അഫ്രൈഡ്, സ്റ്റാൻഡ് ഫേം. ഉറച്ചു നിൽക്കുക. വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പലപ്പോഴും സാഹചര്യങ്ങൾ കാണുമ്പോഴും ചുറ്റുപാടുകളെ നോക്കുമ്പോഴും നമുക്ക് മാറ്റം വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോഴും നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം, വി സ്റ്റാൻഡ് ഫേം ഇൻ യുവർ ഫെയ്ത്ത്. മറ്റുള്ളവരെയും നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, ബി ഫേം ഇൻ യുവർ ഫെയ്ത്ത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, ഫേം ഇൻ യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. ലോകത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കാം.
എന്നാൽ ആ മാറ്റങ്ങളിൽ, മാറ്റപ്പെടുന്ന ഒരു ലോകത്തിലും മാറ്റപ്പെടുന്ന വാക്കുകളിലുമല്ല നമുക്ക് ആശ്രയിക്കേണ്ടത്. പിന്നെയോ മാറ്റമില്ലാത്തവനായിട്ടുള്ള ഒരു ദൈവത്തിലാണ് നമുക്ക് ആശ്രയിപ്പാനുള്ളത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? കർത്താവ് പറയുന്നുണ്ട്. എവിടെയാണത് പറയുന്നത്? മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം നമ്മളോട് വായിക്കുന്നുണ്ട്. എന്താണ് കർത്താവിനോടൊപ്പമുള്ളതായ യാത്രയിൽ, ശിഷ്യന്മാരോടൊപ്പം ചെയ്തതായിട്ടുള്ള യാത്രയിൽ കാറ്റും കോളും ഉണ്ടാകുന്നതായിട്ടുള്ള അനുഭവം. മാർക്ക് ചാപ്റ്റർ 4 വേഴ്സസ് 35 to 41. മാർക്ക് ചാപ്റ്റർ 4 വേഴ്സസ് 35 to 41. 40 വേഴ്സ് 40 ഇങ്ങനെ പറയുന്നു, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസം ഇല്ലയോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, അവർ വളരെ ഭയപ്പെട്ടു. അപ്പോൾ കാറ്റും കോളും നിറഞ്ഞതായ സാഹചര്യത്തിൽ അവരാരുടെ കൂടാണ് യാത്ര ചെയ്യുന്നതെന്ന് പോലും അവർ മറന്നുപോയി. ഈ യാത്ര ആരാണ് പ്ലാൻ ചെയ്തത്? അവരാണോ പ്ലാൻ ചെയ്തത്? അല്ല, കർത്താവാണ് പറയുന്നത്. എന്താ പറയുന്നത്? നാം അക്കരയ്ക്ക് പോക എന്ന് പറയുന്നത് ആരാണ്? കർത്താവാണ്. യേശുവാണ് അവരോട് പറയുന്നത്. യേശു പറയുന്നു, നാം അക്കരയ്ക്ക് പോകാം. നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളെ പള്ളിയിൽ നിന്ന് നിയോഗം നൽകി അയച്ചതാണ്. നിങ്ങൾ എവിടെയൊക്കെ പോകുമെന്നുള്ളത് ദൈവമാണ് നിങ്ങളെ ഒരുമിച്ച് കുടുംബങ്ങളായിട്ട് ചേർത്ത് അയച്ചത്. എന്നിട്ട് പറഞ്ഞു നിങ്ങളങ്ങ് പൊക്കോളാൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ നമ്മളെ അയച്ച ഒരു ദൈവമുണ്ട്, ഇല്ലയോ? അപ്പോൾ ആ ദൈവത്തിൽ നമ്മുടെ വിശ്വാസം ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മൾ തന്നെയാണെന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവമാണ് നമ്മളെ ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെ ചിന്തയും വിശ്വാസവും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിൽ നമ്മളിങ്ങനെ വെപ്രാളപ്പെട്ടു പോകുന്നത്. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മളെ നിയോഗിച്ചയക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഈ യാത്രയ്ക്ക് ഒരുക്കി ഇറക്കി നമ്മളുടെ കൂടെ ഉണ്ട് ദൈവം. അപ്പോൾ ആ ദൈവമാണ് നമ്മുടെ ഗതിയെ നിയന്ത്രിക്കുന്നതും നമ്മുടെ ലക്ഷ്യത്തെ നിയന്ത്രിക്കുമെന്നുള്ള ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്. കർത്താവ് കൂടെ കയറി എന്നിട്ട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇറക്കി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടാകുന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഭയപരവശരായിത്തീരുന്ന ആ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ ഇത്രമാത്രം നിങ്ങൾ വിചാരപ്പെടുന്നവരായി തീർന്നുവോ? നിങ്ങൾ ഇത്ര ഭീരുക്കളോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ we can lead a fearless life if Jesus is in our boat. നമ്മുടെ വിശ്വാസ പടകിൽ കർത്താവ് ഉണ്ടെങ്കിൽ നമുക്ക് ആ അനുഭവങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ഉറപ്പോടും ധൈര്യത്തോടും കൂടെ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നു. അതുകൊണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവാണ് നമ്മളെ ഈ യാത്രയ്ക്ക് പറഞ്ഞ് നിയോഗിച്ച് അയച്ചത്. പലപ്പോഴും നമ്മളത് മറന്നുപോയി. നമ്മൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടേതായിട്ട് വറി ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് പറയാണ്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? കാറ്റിനെയും കടലിനെയും അവൻ ശാസിച്ചു. കർത്താവിൽ നമ്മുടെ ജീവിതം ഉറപ്പിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മളൊരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ ചുറ്റുപാടുമുള്ളതായ കാറ്റിനെയും കോളിനെയും ശമിപ്പിക്കുവാൻ അവൻ മതിയായവനായിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആകുന്ന ജീവിത പടകിൽ ആ പടകിലേറ്റി യാത്ര ചെയ്യുന്നതായിട്ടുള്ള അനുഭവത്തിൽ ആ പടകിലേറ്റി നമ്മെ കടലിൽ ഇറക്കുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ പലപ്പോഴും നമ്മൾ വിചാരപ്പെടുന്നവരായിത്തീർന്നു. എന്നാൽ നമ്മെ പടകിലേറ്റി കടലിലിറക്കി യാത്ര ചെയ്യിക്കുന്നതായിട്ടുള്ള നമ്മുടെ ജീവൻ്റെ നാഥനായ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതായ വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് യാത്ര നയിക്കുവാൻ നമ്മെ ബലപ്പെടുത്തേണ്ടതായിട്ടുള്ള വസ്തുതകളാണ്. അതുകൊണ്ട് കർത്താവ് ആരാണെന്നുള്ള എബ്രായ ലേഖന കർത്താവ് പറയുന്നു, അല്ലേ? എന്താണ് പറയുന്നത് എബ്രായ ലേഖനം?
ഹി ഈസ് ദ ഓഥർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് യുവർ ഫെയ്ത്ത്. ഇവിടെ പറയുന്നതാണ്, നമ്മെ വിശ്വാസ പടകിൽ കയറ്റി കടലിലൂടെ യാത്ര നയിക്കുന്ന അവൻ നമ്മുടെ ജീവൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. ഹി ഈസ് ദ ഓഥർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസ യാത്രയിൽ അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. അപ്പോൾ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടുകൂടി ഓടുവാനായിട്ട്. അപ്പോൾ സ്ഥിരത നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ നമുക്ക് സ്ഥിരതയോടുകൂടി ഓടുവാൻ തക്കവണ്ണം നമ്മൾ ആരെ നോക്കണം? We have to look to Jesus, who is the author and perfecter of your life, your faith. ജീവൻ്റെ നാഥനായിട്ടുള്ള കർത്താവ് നമ്മോട് കൂടെ നമ്മുടെ പടകിൽ നമ്മെ നയിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. യേശു എന്നെ അഭയകേന്ദ്രം, മാറ്റമില്ലാ സ്നേഹിതൻ, സ്തോത്രം സ്തുതികൾക്ക് യോഗ്യൻ, വാഴ്ത്തുന്നത്. ഈ പാട്ടൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നല്ലേ? അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ മാറാം, നമ്മുടെ കൂടെയുള്ളവർ ഒരു പക്ഷെങ്കിൽ മാറിയേക്കാം, നമ്മോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് തന്നവരും ചിലപ്പോൾ നമ്മെ വിട്ട് കടന്നു പോകാം. എന്നാൽ നമ്മുടെ സുരക്ഷിതത്വം കണ്ടെത്തുന്നതായ നമ്മുടെ ഇടങ്ങളും സാഹചര്യങ്ങളും, ഭൗതികമായിട്ടുള്ള നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ആശ്രയങ്ങളും മാറിപ്പോകാവുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാറ്റമില്ലാത്തവൻ കർത്താവ് മാത്രമാണ്. യേശുവാണ് നമ്മുടെ മാറാത്ത സ്നേഹിതൻ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ മാറ്റമില്ലാത്തവനായ കർത്താവിൽ നമ്മുടെ ജീവിതം നമുക്ക് കണ്ടെത്തുവാനായിട്ട്, നമുക്ക് കൂടുതൽ സുരക്ഷിതമാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചുറ്റുപാടും ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ ഖയോസിലും കൺഫ്യൂഷൻസിലും കൂടെയാണ് നമ്മുടെ ജീവിതം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കി നമ്മുടെ വിശ്വാസയാത്ര മുന്നോട്ട് നയിപ്പാനായിട്ട് സാധിക്കും. 46-ാം സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ സങ്കേതവും ബലവും അവിടുന്നാകുന്നു, അവൻ കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്തത്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാൽ അതിലെ വെള്ളം ഇരച്ചു, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ആ ഒരു സുരക്ഷിതത്വം നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദ റൈച്ചസ് റിമെയിൻ റൂട്ടഡ്. അതുകൊണ്ട് വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാൻ ഉറച്ചു നിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ക്ലിങ് ടു യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെട്ട് ഉറച്ച് ദൈവത്തോട് ചേർന്ന് നമുക്ക് നിൽക്കുമ്പോഴാണ്. സ്റ്റാൻഡ് ഫേം ഇൻ യുവർ ഫെയ്ത്ത്. നീതിമാൻ്റെ ജീവിതമെന്ന് പറയുന്ന ചിലപ്പോൾ അടിസ്ഥാനം, സങ്കീർത്തനങ്ങളിലൊരു വാക്യമുണ്ട്, അടിസ്ഥാനങ്ങളിളങ്ങിയാൽ നീതിമാൻ എന്ത് ചെയ്യും? അപ്പോൾ അടിസ്ഥാനം ഇളകിയാൽ നീതിമാനും നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് അടിസ്ഥാനങ്ങൾ നമ്മുടെ തകർന്നു പോകുന്നുവോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. ഏറ്റവും സമൂഹത്തിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? കുടുംബം. ഫാമിലി ഇസ് ദ ബേസിക് യൂണിറ്റ് ഇൻ എ സൊസൈറ്റി. അപ്പോൾ അടിസ്ഥാനം കുലുങ്ങിയാൽ എല്ലാം തകർന്നു പോകും. നീതിമാൻ എന്ത് ചെയ്യും? അടിസ്ഥാനം കുലുങ്ങിയാൽ നീതിമാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മുടെ സഭയായിക്കൊള്ളട്ടെ, സമൂഹമായിക്കൊള്ളട്ടെ, ലോകമായിക്കൊള്ളട്ടെ, ഈ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയാൽ വലിയ കുലുക്കമായിരിക്കും സംഭവിക്കുന്നത്. അടിസ്ഥാനങ്ങൾ തകർന്നു പോകുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഫെയ്ത്ത് ഇൻ എ ബ്രോക്കൺ വേൾഡ്, തകർക്കപ്പെട്ട ഒരു ലോകത്തിൽ വിശ്വാസത്തിൻ്റെ പ്രസക്തി എന്താണ്? പലപ്പോഴും നമ്മൾ ചോദിക്കും, വിശ്വാസത്തിന് എന്താ പ്രസക്തി? നമ്മൾ ഇന്ന് വിശ്വാസം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഒരിക്കലും നമുക്കങ്ങനെ ചോദിക്കുവാനായിട്ടിടയായിരുന്നു. വിശ്വാസത്തിൻ്റെ പാറമേൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായ സഭയെ സ്ഥിരപ്പെടുത്തി എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രാർത്ഥനയുണ്ട് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നിന്ന് ഓർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഈ
കുലുങ്ങി മറിയുന്നതായിട്ടുള്ള വെള്ളം ഇലച്ചു കലങ്ങി ഇവയുടെ മധ്യത്തിലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുകയാണ് അവൻ യഹോവ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവം അതിൻ്റെ മധ്യേയുണ്ട് എന്നാണ് പറയുന്നത്. ദൈവം അതിൻ്റെ മധ്യേയുണ്ട്. ഗോഡ് ഈസ് ഓൺ ദ ത്രോൺ. ദൈവം ഹി ഈസ് സ്റ്റിൽ ദെയർ ഇൻ ദ ത്രോൺ. അവനിപ്പോഴും സിംഹാസനസ്ഥനാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. The righteous remain rooted because God reigns. ദൈവം വാഴുന്നു, അവൻ്റെ സിംഹാസനസ്ഥനായിരിക്കുന്നു. അതുകൊണ്ട് നീതിമാൻ്റെ ജീവിതം ഒരു ബദൽ ജീവിതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കുലുങ്ങുന്ന ലോകത്തിൽ കുലുങ്ങാത്ത അടിസ്ഥാനത്തിന്മേൽ the righteous shall live by faith. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയും. റോമാലേഖനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പഠിപ്പിക്കൽ അതാണ്, ടീച്ചിങ് അതാണ്. റൈച്ചസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതം, നീതിമാൻ്റെ ജീവിതം ഒരു ബദലാണ്. പിന്നെ നമ്മൾ കൗണ്ടർ കൾച്ചറാണ്, ബദൽ സംസ്കാരമാണ്. ഇന്ന് നമ്മൾ ലോകത്തിൽ ആ ഒഴുക്കിനെതിരെ നീന്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബദൽ ജീവിതമായിട്ട് തീരുകയില്ല. ഒഴുക്കിന് എതിരായിട്ട് നീന്തണം. ഒഴുക്കിന് അനുസരിച്ച് ജീവിച്ചു പോകുന്നതല്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പിന്നെയോ ഒരു ബദൽ മാതൃകയുണ്ട്, ബദൽ ജീവിതമാണ്. ഒരു ബദൽ ജീവിത മാതൃകയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസ ജീവിതം നമ്മുടെ കുടുംബങ്ങളിലൂടെ, ഭവനങ്ങളിലൂടെ, വിശ്വാസത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള വ്യക്തികളിലൂടെ നമുക്ക് ഇന്ന് ജീവിച്ച് കാണിക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഈ ലോകത്തിന് നമുക്ക് സംഭാവന ചെയ്യുവാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ക്രിസ്തീയ കുടുംബങ്ങളായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ അധികം ദീർഘിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സമയവും പരിധിയും കൊണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് നിലനിൽപ്പാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ ശോധന ചെയ്യണം. നമ്മുടെ വിശ്വാസ അനുഭവങ്ങൾ, നമ്മുടെ അടിസ്ഥാനം നമ്മൾ എന്തിലാണ്? ലോകത്തിലുള്ള മാറുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ മധ്യത്തിലാണോ, അതോ മാറ്റപ്പെടാത്തതായിട്ടുള്ള ദൈവത്തിലും ദൈവവചനത്തിലുമാണ്? മാറ്റപ്പെടുന്നതായിട്ടുള്ള ലോകത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് മാറ്റമില്ലാത്തവനായിട്ട് ദൈവത്തിനോട് വിശ്വസ്തയിലും അവിടുത്തെ വാക്കുകളിലും അവിടുത്തെ വാഗ്ദാനങ്ങളിലും വാഗ്ദത്തങ്ങളിലും എല്ലായ്പ്പോഴും നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൽ ഉറച്ചു നിന്നുള്ള കുടുംബജീവൻ നയിപ്പാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിരന്തരം വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ.